നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ പേഴ്സോ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൺലൈൻ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. സോ പോലീസിൽ നേരിട്ട് നമ്മൾ അർജന്റ് ആയിട്ടുള്ള കേസസ് നമ്മൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാനാണ് എപ്പോഴും നല്ലത്. സോ ഡോക്യുമെന്റോ കാര്യങ്ങളോ എന്തെങ്കിലുമാണ് നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. സോ ഈ ഡീറ്റെയിൽസ് നമ്മൾ റീ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോലീസ് FIR സബ്മിറ്റ് ചെയ്യാൻ നമ്മുടെ പല സമയങ്ങളിലും പറയും അല്ലെ. പാസ്പോർട്ടൊക്കെ ലോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ FIR ഫയൽ ചെയ്ത് FIR കംപ്ലൈന്റ് വേണം എന്ന് നമ്മുടെ പറയാറുണ്ട്. സോ ഈ FIR കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഒരു പരാതി നഷ്ടപ്പെട്ടാൽ അതിന്റെ ഒരു കംപ്ലൈന്റ് കൊടുക്കാം എന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ദിസ് ഈസ് ബാബു മധുസൂദനൻ. വെൽക്കം ടു മെല്ലോ ഹെൽപ്പ് ലൈൻ. അതിനായിട്ട് നമ്മൾ പോകേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് കേരള പോലീസിന്റെ തുണ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്. തുണ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് tuna.keralapolice.gov.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് ലോഡ് ആവുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഈ വെബ്സൈറ്റ് ലോഡായി വരണം. സോ ഇതിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടാവണം. സോ അക്കൗണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ് ഡീറ്റെയിൽസ് കൊടുക്കും. എന്നിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ ലോഗിൻ ആയി കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കാണിക്കാം. അതിൽ കംപ്ലൈന്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ട്, നമ്മൾ ഒരുപാടുണ്ട്. സോ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടി നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കേസാണ്. അപ്പൊ നമുക്ക് ലോസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സെക്ഷനിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇങ്ങനെ ഒരു പേജ് ആണ് വരിക. സോ ഈ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കൊടുത്ത കംപ്ലൈന്റ് ഡീറ്റെയിൽസ് ആണ്. പുതിയൊരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട കേസിനായിട്ട് നമ്മൾ മുകളിൽ രജിസ്റ്റർ ലോസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അപ്ലിക്കന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഓപ്പൺ ആവും. ഇതിൽ നമ്മൾ ഓൾറെഡി അപ്ലിക്കന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഓൾറെഡി IDയിൽ കൊടുത്ത ഡീറ്റെയിൽസുകളാണ് നമ്മളുടെ ലോഡായി വരുന്നത്. സോ ഞാൻ മുമ്പ് നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ മൂലം നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഐക്കണിൽ കൊടുക്കാം, ആ ഒരു വീഡിയോ കാണുക. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു. തുണ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു. സോ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ലോഡായി. സോ ഓട്ടോമാറ്റിക്കലി ലോഡായി വന്നു. സോ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം താഴെ ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ആഡ് ID ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ തന്നെ ക്ലിക്ക് ചെയ്യാം. സോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആവും. ഇത് നമ്മളുടെ ID ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ എന്താണ് ID നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇതിലുള്ള ID ഒന്ന് സെലക്ട് ചെയ്യുന്നു, ID നമ്പർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ID PDF ഫോട്ടോ ഫോമാറ്റോ PNG എങ്ങനെ ആയിക്കോട്ടെ 2 MB താഴെയുള്ള ഫയൽ സൈസ് ഇവിടെ അറ്റാച്ച് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അത്രയും ഡീറ്റെയിൽസ് ചെയ്യാം. സോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമ്മുടെ ID കാർഡ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. സോ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. ഇനി നമ്മൾ അഡ്രസ്സ് നമ്മൾ എൻ്റർ ചെയ്യേണ്ട സെക്ഷൻ ആണ്. സോ ഇവിടെ നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് മുകളിൽ എൻ്റർ ചെയ്യുക. എന്നിട്ട് പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ സെയിം ആസ് പെർമനന്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള ഡീറ്റെയിൽസ് അങ്ങനെ ഇവിടെ കോപ്പി ആയിക്കോളും. അല്ല വേറെ ആണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് അൺചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സ് അത് ടൈപ്പ് ചെയ്യുക. സോ അതിനുശേഷം നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കും നഷ്ടപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. ഡേറ്റ് നിങ്ങൾക്ക് അറിയുമെന്നാണ്. സോ അറിയുമെങ്കിൽ യെസ് ചെക്ക് ചെയ്തതിനു ശേഷം ഡേറ്റ് എന്നാണോ നഷ്ടപ്പെട്ടത് ആ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് അൺചെക്ക് ചെയ്യാം. എന്നിട്ട് ഏകദേശം ഒരു സമയം, ഈ ഒരു ദിവസം മുതൽ ഈ ഒരു ദിവസത്തിനുള്ളിലായിരിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. എന്നിട്ട് ഏത് സ്ഥലത്താണ് നഷ്ടപ്പെട്ടത്, ഏത് പോലീസ് ഡിസ്ട്രിക്റ്റിന്റെ പരിധിയിലാണ് അത് വരിക, ഏത് പോലീസ് സ്റ്റേഷനാണ്. സോ പോലീസ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പോലീസ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാന്ന് വെക്കാം. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ, ഏതാണ് പോലീസ് സ്റ്റേഷൻ വെച്ചാൽ ആ പോലീസ് സ്റ്റേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇത് ഏതിലാണ് പരിധിയിൽ വരുന്നത് വെച്ചാൽ എന്താണ് നഷ്ടപ്പെട്ടതെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, നഷ്ടപ്പെട്ടത് അതായത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ചെറിയതായിട്ട് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന ഡീറ്റെയിൽസോടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണും. അതിൽ ആഡ് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി കാറ്റഗറിയിലെ വാരിയബിൾസ് ആണോ ഡോക്യുമെന്റ്സ് ആണോ. സോ ഡോക്യുമെന്റ്സ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഡോക്യുമെന്റ്സിൽ പ്രോപ്പർട്ടി ടൈപ്പിൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്. സോ ഇതില് നമ്മുടെ എന്താ പറയുക ഈ സ്ഥലത്തിന്റെ ഡോക്യുമെന്റോ കാര്യങ്ങളോ നഷ്ടപ്പെടുക, അങ്ങനെ എഗ്രിമെന്റ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബാങ്ക് ഡോക്യുമെന്റ്സ് ആണെങ്കിൽ രണ്ടാമത്തത്, RC ബുക്കാണ് നഷ്ടപ്പെട്ടെങ്കിൽ മൂന്നാമത്തെ, ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഇത്, പാസ്പോർട്ട്, ID കാർഡ്
മറ്റുള്ള ID കാർഡ് ഏതെങ്കിലുമാണ് നഷ്ടപ്പെട്ടെങ്കിൽ ഈ ID കാർഡ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ID ടൈപ്പ് ചോദിക്കും. ഇതിൽ ഏത് ID കാർഡാണ് നിങ്ങളെ നഷ്ടപ്പെട്ടത്, ആധാർ കാർഡാണോ, എന്താണ് നഷ്ടപ്പെട്ടത് ഡീറ്റെയിൽസ് കൊടുക്കാം. ID നമ്പർ, നമ്മളുടെ ID നമ്പർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ഇഷ്യൂ, പ്ലേസ് ഓഫ് ഇഷ്യൂ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ആ ഐഡിയെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുത്ത് സേവ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പ്രീവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ പ്രീവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പ്രിവ്യൂ ആയിട്ട് കാണിക്കും. എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ഇത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ആയി. നിങ്ങൾക്ക് അതിന്റെ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ആ ഒരു റിക്വസ്റ്റ് നമ്പറും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ അടുത്ത നമുക്ക് മറ്റുള്ള ഈ ഒരു ഡോക്യുമെന്റ്സ് നമുക്ക് റിട്രീവ് ചെയ്യാനുള്ള പ്രൊസീജിയറിന്റെ സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുത്ത അത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഡോക്യുമെന്റോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുന്നതാണ്. എന്റെ ചാനൽ കാണുന്ന എല്ലാവരും എന്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.